ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ പോയാലോ. ഇത് നമ്മുടെ കൊച്ചിയിലെ കടവന്ത്രയിൽ കത്രിക്കടവ് ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന ടമ്മീസിങ്ങിലോട്ടാട്ടെന്ന് നമ്മൾ പോണേ. അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാനാണ് പോണേ. അൺലിമിറ്റഡ് നോൺ വെജ് ഫുഡ് 399 ആണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ സൂപ്പർ ആട്ടാ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങണ സമയമായിപ്പോയി കേട്ടാ. പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അത് കാരണം ഞങ്ങൾക്ക് നല്ല പ്രൈവസി ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ സൂപ്പും ഒന്ന് തുടങ്ങി. മറ്റേ സ്വീറ്റ് കോൺ സൂപ്പില്ലേ, അത് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്. സൂപ്പും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ ഞങ്ങൾ ഓരോന്നെടുത്ത് തുടങ്ങി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ നോൺ വെജിൻ്റെ പേയ്മെൻ്റ് ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് വെജും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. വെജും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് തന്നെ റൊട്ടി, നാൻ, പിന്നെ അപ്പം, പത്തിരി ഇതെല്ലാം എടുത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 2 തരം ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നത്. ഒരു സാധാ ചിക്കൻ കറിയും പിന്നെ വേറെ, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അങ്ങനെ 2 ടൈപ്പ് ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ പിന്നെ വേറെ ചില്ലി ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് 2 തരം ചിക്കൻ കറി അതെടുത്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചിക്കൻ കറി എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചില്ലി ചിക്കൻ്റെ ഒക്കെ ആളായതുകൊണ്ടായിരിക്കാം. ചിക്കൻ കറി എനിക്ക് വലിയതായില്ല. പത്തിരിയും അപ്പം അതൊക്കെ സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പിന്നെ ഉണ്ടായിരുന്നത് ദം ബിരിയാണി ആയിരുന്നു. വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. ദം ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ വെജിലാണ് വരുന്നത്. ദം ബിരിയാണിയുടെ ഒപ്പം സാലഡ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഏതോ ടൈപ്പ് ചമ്മന്തി പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടത് മാങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമുക്ക് ഡെസേർട്ടിൽ വരുന്നത് പായസമായിരുന്നു കേട്ടോ. പായസം പരിപ്പ് പായസമായിരുന്നു. കുറേ വെറൈറ്റി ഒന്നുമില്ല, എങ്കിലും ഉള്ളത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാം, അങ്ങനെയായിരുന്നു. പിന്നെ പനീറിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചില്ലി പനീറൊക്കെ പോലെ അങ്ങനത്തെ പനീർ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമായത് പൊട്ടാറ്റോയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് അല്ല, ചില്ലി പൊട്ടാറ്റോ, അങ്ങനെ അതിൻ്റെ പേര് ഞാൻ അന്ന് നോക്കി വെച്ചിരുന്നു. വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പേര് വിട്ടുപോയി. പൊട്ടാറ്റോയിൽ നല്ല മസാലയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ. അത് മാത്രം എനിക്ക് നന്നായി ഇഷ്ടമായിട്ടാണ് പൊട്ടാറ്റോ. ബാക്കിയെല്ലാം അങ്ങോട്ട് പറയാൻ അത്രയും മാത്രം സ്പെഷ്യലൊന്നുമല്ല, സാധാ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ടിന് കിട്ടണു, അത്രേ തന്നെ. പക്ഷേ ഈ പൊട്ടാറ്റോയുടെ സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപ്പ് പായസമൊക്കെ കുടിച്ച് പിന്നെ ജ്യൂസായിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ട് ലൈമായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് നല്ല പ്രൈവസി ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് അധികം പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.